ഫ്രണ്ട്സ്, എന്നാണ് വിശേഷം? എല്ലാവരും വളരെ സുഖമായിട്ടിരിക്കുന്നു കരുതുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ പറയാൻ പോകുന്നത് എങ്ങനെയാണ് നിഫ് നമ്പർ എടുക്കുക എന്നാണ്. പോർച്ചുഗലിൽ ജോബ് സീക്കർ വിസയ്ക്ക് വന്നാലും, ഏത് വർക്ക് വിസ വന്നാലും, D7 വിസ വന്നാലും, D3 വിസ വന്നാലും, D1 വിസ വന്നാലും, ഏത് വിസയിൽ വന്നാൽ പോലും എല്ലാവരും എടുക്കേണ്ട ഒരു അത്യാവശ്യമായ ഒരു പേപ്പറാണ് നിഫ്. നിഫ് എന്ന് പറഞ്ഞ ഒരു ഫൈനാൻഷ്യൽ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ടാക്സ് നമ്പറാണ്. അത് വർഷങ്ങൾക്ക് മുമ്പ്, ഏതാണ്ട് ഒരു 7 വർഷം മുമ്പ് വരെയൊക്കെ, 6 അല്ലെങ്കിൽ 7 വർഷം മുമ്പ് വരെ നിഫ് കൊടുത്തിരുന്നത് ഒരു കാർഡിലാണ്. ഇപ്പം നിഫ് കൊടുക്കുന്നത് ഒരു പേപ്പറിലാണ്. ഇതാണ് എൻ്റെ നിഫ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ പറയാൻ പോകുന്നത്, നിഫ് നിങ്ങൾ അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ എത്ര ദിവസം കൊണ്ടാണ് നിഫ് കിട്ടുന്നത്, അഥവാ എല്ലാവർക്കും നിഫ് എടുക്കാൻ പറ്റുമോ, ഒരു റെപ്രസെൻറ്റേറ്റീവ് വേണോ എന്നാണ്. നിഫ് എടുക്കാൻ വേണ്ടി റെപ്രസെൻറ്റേറ്റീവ് വേണം. നിഫ് എടുക്കാൻ വേണ്ടി ഫോറിനറെ സംബന്ധിച്ചിടത്തോളം ഒരു റെപ്രസെൻറ്റേറ്റീവ് വേണം. ഇപ്പോൾ ധാരാളം ആൾക്കാർ ഓൺലൈൻ വഴിയൊക്കെ നിഫ് എടുക്കുന്നുണ്ട്. ഓൺലൈൻ വഴി നിഫ് എടുത്താലും അതിന് ഒരു റെപ്രസെൻറ്റേറ്റീവ് ഉണ്ട്. അതുകൊണ്ട് മാത്രമാണ് നിങ്ങൾക്ക് നിഫ് എടുക്കാൻ പറ്റൂ. റെപ്രസെൻറ്റേറ്റീവ് ഇല്ലാതെ ഒരിക്കലും നിഫ് എടുക്കാൻ പറ്റുന്നതല്ല. ഇപ്പോൾ എൻ്റെ കേസിൽ ഞാൻ ഓൺലൈൻ വഴിയല്ല എടുത്തത്. എൻ്റെ കേസിൽ ഞാനിവിടെ ഒരു ലോയറിനെ കണ്ടു. അപ്പം ലോയർ ഒരു എത്ര രൂപയായി വേണം ഞാൻ പറയാം എമൗണ്ട്. എൻ്റെ കേസിൽ നിഫ് എടുക്കാൻ വേണ്ടി വന്നത് €80 മാത്രമാണ്, €80 എൻ്റെ കേസിൽ. ഓക്കെ, ഇത് ലോയർ ടു ലോയർ ഡിഫറെൻ്റ് വരും. ചിലപ്പോൾ ലൊക്കേഷൻ, ഞാനിപ്പോൾ ഉള്ളത് ലിസ്ബൺ സിറ്റിയിലാണ്, ലൊക്കേഷൻ ടു ലൊക്കേഷൻ അല്ല. എനിക്കൊന്ന് ലോയർ ടു ലോയറിൽ വരുമ്പോൾ ഡിഫറൻസ് വരും. ചിലവർ €100 എബോവ് ചോദിക്കാം, ചിലവർ €200 ചോദിക്കാം. ഓക്കെ, നിഫ് എത്ര ദിവസം കൊണ്ട് കിട്ടും? അത് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ്. ചില ആൾക്കാർ പറയുന്നുണ്ട് അവർക്ക് നിഫ് അപ്ലൈ ചെയ്ത് 48 hours കിട്ടി. എൻ്റെ കേസിൽ അങ്ങനെയല്ല. എൻ്റെ കേസിൽ ഞാൻ 6 ദിവസം കാത്തു നിൽക്കേണ്ടി വന്നു. 6 ദിവസം, 6ാം ദിവസമാണ് എനിക്ക് നിഫ് കിട്ടിയത്. എന്നോട് നേരത്തെ പറഞ്ഞിരുന്നു ഏതാണ്ട് ഒരു 6 അല്ലെങ്കിൽ 7 ദിവസം വേണ്ടി വരും നിഫ് നമ്മളിപ്പോൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ. ഞാൻ പറഞ്ഞു കുഴപ്പമില്ല, ആയിക്കോട്ടെ, അപ്ലൈ ചെയ്തോളാം പറഞ്ഞു. അപ്പോൾ കറക്റ്റ് ലോയർ പറഞ്ഞ പ്രകാരം കറക്റ്റ് ഒരു 6ാം ദിവസമാണ് എനിക്ക് നിഫ് കൈ കിട്ടിയത്. അപ്പം അത് നിഫിലെ ഫൈനാൻഷ്യൽ ഓഫീസിൽ അവരെത്രമാത്രം വേഗതയിൽ പേപ്പർ വർക്ക് ചെയ്യുന്നതോ അതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഓക്കെ, നിഫ് നിങ്ങൾക്ക് കിട്ടുക. ഇപ്പോൾ അവർ വെക്കേഷനിലൊക്കെ പോയി കഴിഞ്ഞാൽ, ഫൈനാൻഷ്യൽ ഓഫീസിൽ അവിടുത്തെ സ്റ്റാഫ്, നിഫ് ഇഷ്യൂ ചെയ്യുന്ന സ്റ്റാഫ് വെക്കേഷനൊക്കെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിഫ് പെട്ടെന്നൊന്നും കിട്ടില്ല. ഇതെല്ലാം അവരുടെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഇനിയിപ്പം അവർക്ക് ധാരാളം പേപ്പർ വർക്കുകളൊക്കെ ഉണ്ടെങ്കിൽ നിഫ് കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. ഇപ്പോൾ എൻ്റെ കേസിൽ 6 ദിവസമാണ് നിഫ് കിട്ടാൻ വേണ്ടി കിട്ടിയത്. അടുത്തത്, ഏതൊക്കെ ഡോക്യുമെൻ്റ് വേണം നമ്മൾ നിഫിന് അപ്ലൈ ചെയ്യുമ്പോൾ? എൻ്റെ കേസിൽ ഞാൻ സബ്മിറ്റ് ചെയ്തത് പാസ്പോർട്ടും നമ്മുടെ വാലിഡ് ആയിട്ടുള്ള വിസയും. ഏത് വിസയാണ് എന്നുള്ളത് അവർ ചെക്ക് ചെയ്യുന്നുണ്ട്. അപ്പം വാലിഡായിട്ട് വിസ ഉണ്ടെങ്കിൽ കിട്ടുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ എൻ്റെ കേസിൽ നമുക്കിവിടെ വർക്ക് ചെയ്യാനുള്ള വിസയാണ്. അപ്പോൾ അതുകൊണ്ട് കുഴപ്പമില്ല. അവരെന്നോട് ചോദിച്ചിരുന്നു സെഫ് അപ്പോയിൻമെൻറ്റ് ഉണ്ടോ എന്ന്. ഞാനത് കാണിച്ചു കൊടുത്തിരുന്നു. സെഫ് അപ്പോയിൻമെൻറ്റ് ഉണ്ട്. എനിക്കൊന്ന് നിഫിനകത്ത് അത് പറയണം, ഏത് വിസയാണ്, അതിൻ്റെ പർപ്പസ് എന്താണെന്ന് നിഫിൽ റിക്വസ്റ്റ് ചെയ്യുമ്പോൾ അതിൽ കാണിക്കണം. അതിനുവേണ്ടിയായിരിക്കാം ലോയർ എന്നോട് ചോദിച്ചിരുന്നു ഏതാണ് വിസ, എങ്ങനെയാണ്, സെഫ് അപ്പോയിൻമെൻ്റ് ഉണ്ടോ, അത് ഏത് ഡേറ്റ് ആണ് എന്ന കാര്യങ്ങളെല്ലാം ചോദിച്ചിരുന്നു. ഞാൻ ആ ലോയറിനോട് ആ കാര്യങ്ങളെല്ലാം പറഞ്ഞ് അദ്ദേഹം എനിക്കൊന്ന് ആ വക കാര്യങ്ങൾ ഈ നിഫ് അപ്ലൈ ചെയ്തപ്പോൾ ആ ഫോമിൽ ഫില്ല് ചെയ്തിട്ട് ഫൈനാൻഷ്യൽ ഓഫീസിലേക്ക് ഫോർവേഡ് ചെയ്യുമോ, അങ്ങനെയാണ് ചെയ്തത്. അപ്പോൾ ഇതാണ്. അപ്പം പ്രൈസ് ഞാൻ പറഞ്ഞു, എൻ്റെ കേസിൽ €80 ആയി. യഥാർത്ഥത്തിൽ നമ്മൾ നിഫ് എങ്ങനെയൊക്കെ അപ്ലൈ ചെയ്യാം, ഞാൻ 2 രീതി പറഞ്ഞുതരാം. ഒന്ന്, ഞാൻ പറഞ്ഞു ഒരു ഫോറിനെ സംബന്ധിച്ചിടത്തോളം ഒരു റെപ്രസെൻറ്റേറ്റീവ് ആണ്. ഇപ്പോൾ എനിക്കിവിടെ ആരും റിലേറ്റീവായിട്ട് ആരും ഒന്നുമില്ല. അതുകൊണ്ട് എനിക്ക് ആകെ ആശ്രയിച്ചിരിക്കാൻ പറ്റുന്നത് ഈ ലോയർമാരേ ഉള്ളൂ. ലോയറിൽ ചെന്ന് അദ്ദേഹത്തിന് പൈസ കൊടുത്ത് അവരെൻ്റെ റെപ്രസെൻറ്റേറ്റീവായി അവരെ എൻ്റെ പേരിൽ റിക്വസ്റ്റ് ചെയ്യണം. അങ്ങനെ പറ്റുള്ളൂ, അല്ലെങ്കിൽ അങ്ങനെയാണ് പറ്റുള്ളൂ. ഒക്കെ ഒന്ന്. രണ്ടാമത്തെ രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയുണ്ട്. ഇപ്പം നിങ്ങൾക്ക് ഏതെങ്കിലും റിലേറ്റീവോ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർ നിങ്ങളുടെ കൂടെ വന്ന് നിങ്ങളും അവരും ഫൈനാൻഷ്യൽ ഓഫീസിൽ പോയിട്ട്
നിങ്ങൾക്ക് നിഫ് അപ്ലൈ ചെയ്യാം. പക്ഷെ അന്നേരം അവർ കൂടെ വരികയും അവർ നിങ്ങളുടെ പേപ്പറിൽ സൈൻ ചെയ്യുകയും അങ്ങനെ അവിടെ പ്രസൻ്റ് ആയിരിക്കണം, വിറ്റ്നസ്സായിട്ട് പ്രസൻ്റ് ആയെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് നിഫ് കിട്ടുള്ളൂ. അതാണ് സെക്കൻഡ് ഓപ്ഷൻ. ഇപ്പോൾ എൻ്റെ കേസിൽ എന്നെ അറിയുന്നവരാരും ഇവിടെ ഇല്ല. അപ്പോൾ അതുകൊണ്ട് എനിക്കാകെ ആശ്രയിച്ചിരിക്കുന്നത് ഈ ഫൈനാൻസ് ലോയറാണ്, ഈ നിഫ് തന്ന ലോയർ, ഇമിഗ്രേഷൻ ലോയർ. അപ്പോൾ അവർ വഴിയാണ് നിഫ് ഞാൻ എടുത്തത്. അപ്പം ഇതൊക്കെയാണ് നിഫുമായിട്ട്. പിന്നെ നിഫിൽ ആക്ച്വലി ഞാൻ ഈ പറഞ്ഞ രണ്ടാമത്തെ ഓപ്ഷൻ, നിങ്ങളുടെ റിലേറ്റീവുമായി നിങ്ങൾ ഫൈനാൻഷ്യൽ ഓഫീസിൽ പോവുകയാണെങ്കിൽ അവിടെ €10 ആവുന്നുള്ളൂ. ഇപ്പോൾ ബാക്കി വരുന്നത് ലോയർ ഫീസാണ്. ഇപ്പോൾ നിങ്ങളുടെ ഒരു ഫൈനാൻഷ്യൽ, നിങ്ങളുടെ ഒരു സുഹൃത്ത് ഇവിടെയുണ്ട്, നിങ്ങളും ആ സുഹൃത്തും കൂടെ ചെല്ലുന്നു ഫൈനാൻഷ്യൽ ഓഫീസിൽ ചെല്ലുന്നു. പക്ഷെ അവരന്നേരം ആ സുഹൃത്തിൻ്റെ വിസയെക്കുറിച്ചും കാര്യങ്ങളെക്കുറിച്ചൊക്കെ ചോദിക്കും. അദ്ദേഹത്തിന് TRC കാർഡ് ഉണ്ടാകണം. അദ്ദേഹത്തിന് റെസിഡൻസി പെർമിറ്റ് കിട്ടിയോണ്ട് കാര്യമില്ല, TRC കാർഡ് ഉണ്ടാകണം. നിങ്ങൾ ആ ഫൈനാൻഷ്യൽ ഓഫീസിൽ നിങ്ങളുടെ സുഹൃത്തിനെ കൊണ്ട് പോകുമ്പോൾ നിങ്ങളുടെ സുഹൃത്തിൻ്റെ കയ്യിൽ വാലിഡ് വിസ ഉണ്ടാകണം. അല്ലെങ്കിൽ എന്താ പറയുക, അദ്ദേഹത്തിന് TRC കാർഡ് ഉണ്ടാകണം. ഒരിക്കലും അദ്ദേഹത്തിന് റെസിഡൻസി പെർമിറ്റ് ഉള്ള വ്യക്തിയെ കൊണ്ട് പോകരുത്. അങ്ങനെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിഫ് കിട്ടുകയില്ല. സുഹൃത്തുമായി ഡയറക്റ്റ് ഫൈനാൻഷ്യൽ ഓഫീസിലേക്ക് നിങ്ങൾക്ക് ചെല്ലുകയാണെങ്കിൽ €10 ആകെ ചിലവ് വരുള്ളൂ. €10. ഓക്കെ, €10 ഉള്ളൂ. അതേ ദിവസം തന്നെ നിങ്ങൾക്ക് നിഫ് ഇഷ്യൂ ചെയ്ത് കിട്ടുകയും ചെയ്യും. ഓക്കെ, സോ ഗൈസ്, ഇനി കൂടുതൽ കാര്യങ്ങളോ സംശയങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻ്റായിട്ട് ചോദിക്കുക. ഞാൻ എല്ലാത്തിനും ഓരോന്നിനും മറുപടി പറയാം കേട്ടോ. ഇവിടെ വന്നു കഴിയുമ്പോൾ ആദ്യം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇൻവെസ്റ്റ്മെൻറ്റ് വിസയ്ക്കോ സ്റ്റുഡൻറ്റ് വിസയ്ക്കോ ഏത് ടൈപ്പ് റെസിഡൻസി വിസയ്ക്ക് വന്നാൽ പോലും ആദ്യം നിങ്ങളുടെ കയ്യിലുണ്ടാകേണ്ട ഇവിടെ വന്നു കഴിയുമ്പോൾ നിങ്ങൾ ചെയ്തെടുക്കേണ്ട ഏറ്റവും ഡോക്യുമെൻ്റാണ് നിഫ് എന്ന് പറയുന്നത്, ടാക്സ് നമ്പർ. ഓക്കെ, ഇനി ആർക്കെങ്കിലും ടാക്സ് നിഫ് കാർഡിനെ കുറിച്ച് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദ്യങ്ങൾ ചോദിക്കാം. അതിന് വേണ്ട മറുപടി ഞാൻ പറഞ്ഞു തരുന്നതാണ്. Thanks for watching and please subscribe to my YouTube channel, Praveen Baby.